തമ്മിലൊരു പാടാ പോടാ ബന്ധം കാരണം അങ്ങനെയാണ്. ചാച്ച വയറിലല്ലേ അപ്പൊ നമ്മള് വളർന്നിരിക്കുക. ചാച്ചന് ഞാനും പണ്ട് റീൽസ് ഒക്കെ ചെയ്യാറുണ്ട്. ഇപ്പൊ ആ റീൽസ് എല്ലാം ഇങ്ങനെ എല്ലാ ഓട്ടോയിലൊക്കെ പോണതും എല്ലാം ഇപ്പൊ ട്രോളായിട്ട് വന്നിരിക്കും. പക്ഷെ ഓട്ടോ സ്കൈയിൽ കൂടെ ഓടിക്കുന്നത്. ചാച്ചന്റെ ഓട്ടോ ഞങ്ങളെ കയറ്റുമോ? പിന്നെന്താ കൊള്ളാം. ബിൻസി കഴിഞ്ഞ ദിവസം ഓട്ടോ ഓടിക്കണമെന്ന് പറഞ്ഞ് ബിൻസിനെ ഓട്ടോ ഓടിപ്പിച്ചു. ഞാൻ അങ്ങനെ ചെയ്യിക്കത്തില്ല, കാരണം ഞാനത് ബിൻസിനൊക്കെ നോക്കുന്ന കണക്കാ ഓട്ടോ എന്ന് പറയും. കഴിഞ്ഞ ദിവസം എൻ്റെ ഒക്കെ പറഞ്ഞ് ചാച്ച എനിക്ക് ഓട്ടോ ഒന്ന് ഓടിക്കണമെന്ന് പറഞ്ഞ് ഒരു ദിവസം കൊണ്ട് ബിൻസിനെ പഠിപ്പിച്ച് ഓട്ടോ ഓടിപ്പിച്ചു. നമ്മളിപ്പോ കാറുണ്ടെങ്കിൽ എല്ലായിടത്തും എനിക്ക് ഓട്ടോയിൽ പോകണമെന്നെ ഇഷ്ടം. പിന്നെ ഇങ്ങോട്ട് ഓട്ടോയിൽ വരാൻ വേണ്ടി ഇരുന്നതാണ്. ഈ റോഡൊക്കെ ഇച്ചിരി മോശമായത് കാരണമാണ്. അമ്മയും ഭയങ്കര വൈറലായിട്ട് ഞാൻ കണ്ടിട്ടുണ്ട്. അമ്മ ഭയങ്കര തഗ്ഗിന്റെ ആളാണ്. അതെ, പറ മകളിപ്പോ വന്നു, അത്യാവശ്യം സോഷ്യൽ മീഡിയയിൽ എയറിലാണ്. പക്ഷെ എന്നെ വെറുതെ കേട്ടോ അപ്പനെയാണ് കെട്ടിക്കൊണ്ടു. നിങ്ങൾക്ക് എന്നെ വെറുതെ കെട്ടിക്കൊണ്ടോ അല്ലേ? മോള് തിരിച്ചൊരു സന്തോഷമായോ? സന്തോഷമുണ്ട്, സന്തോഷം. ഫൈനലില് ഫിനാലെ ഫുള്ള് കണ്ടോ? ഞാൻ ലൈവൊക്കെ കാണുന്ന ഒരാളാണ്. മീൻസ് പോയപ്പോഴത്തേക്കിനും ഒട്ട് മൊത്തം ലൈവ് കാണുന്ന ഒരാളായിരുന്നു. പക്ഷെ അമ്മ ചമ്മി പോയി. ആദ്യത്തെ 2 ആഴ്ച എന്നെ കാണിച്ചില്ലല്ലോ. പക്ഷെ ഇത്തവണ ഫിനാലേക്ക് പോയിട്ട് ആ പ്രശ്നം അല്ല, അതൊക്കെ നന്നായി. കാരണം ഇത് പറഞ്ഞു വിടുന്നവർക്ക് ബുദ്ധിമുട്ടൊന്നുമില്ല. തിരിച്ച് വന്നിട്ട് അനുഭവിക്കുന്നവർ എന്തുമാത്രം ആക്ഷേപത്തോട് അനുഭവിക്കുന്നുണ്ടെന്ന് അവനവന് വരുമ്പോഴേ അറിയത്തുള്ളൂ. അതിൽ ബിൻസി അത് ചോദിച്ചത് അവിടെ പലർക്കും ചെന്നിട്ട് പലതും ലൈവ് കണ്ടുകൊണ്ട് പറയാം. ലൈവ് കണ്ടവർക്ക് എല്ലാവർക്കും അറിയാൻ പറ്റും. പലർക്കും അവിടെ ചെന്ന് പലതും ചോദിക്കണമെന്നുണ്ടായിരുന്നു. പക്ഷെ തിരിച്ചു വരുമ്പം അവർ അഭിമുഖീകരിക്കേണ്ടി വരേണ്ട കാര്യങ്ങളെക്കുറിച്ച് ഓർത്തിട്ടാണ് അവർ പ്രതികരിക്കാണ്ടിരുന്നത്. ശരി, അതുകൊണ്ടാണ് അവരോടൊന്നും ചോദിക്കാതിരുന്നത്. പക്ഷേ കറക്റ്റായിട്ട് ലൈവ് കൊണ്ടിറങ്ങി. അതിനെനിക്ക് എൻ്റെ മോളുടെ അഭിമാനവും തോന്നിയത്. കാരണം ചോദിക്കേണ്ട കാര്യം ചോദിക്കേണ്ട സമയത്ത് അവൾ ചോദിച്ചു. അതുകൊണ്ട് എന്ത് പറ്റി? ക്ലാരിറ്റി ഉണ്ടായില്ലേ? ഞാനും അപ്പാനെയൊക്കെ വീട്ടിൽ വിളിക്കുമ്പോൾ ഇവരോടൊക്കെ സംസാരിക്കുന്നത്. ഞങ്ങൾ നല്ല ഫ്രണ്ട്സ് ആണെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. അങ്ങനെ ഫ്രണ്ട്സ് അല്ല എന്ന് പറഞ്ഞുണ്ടാക്കിയ ആളാണ് അനുവും ഷാനവാസും. അവർ രണ്ടുപേരും അത് തിരുത്തി പറഞ്ഞു. ഇന്നലെ ഷാനവാസൊക്കെ ഞങ്ങളെ കെട്ടിപ്പിടിച്ച് കരയായിരുന്നു. അമ്മ അതുകൊണ്ട് എൻ്റെ പിള്ളേരാണ് ഇവരെന്നാണ് പറഞ്ഞത്. പക്ഷെ അത് ഉള്ളൂ. കമന്റ് ഇടുന്ന ആൾക്കാർ നിങ്ങളൊന്ന് മനസ്സിലാക്കണം. ഇതൊക്കെ ഇത്ര ഉള്ളൂ. കഴിഞ്ഞു. അതെ, പക്ഷെ എനിക്ക് സന്തോഷമുള്ളത് കാരണം ഇവർ രണ്ടുപേരും തിരുത്തി പറഞ്ഞു. ഗെയിമിന് വേണ്ടി ചുമ്മാ ശരത്തിന്റെ അടുത്ത് പറഞ്ഞതാന്നുള്ള കാര്യം അതിൽ എനിക്ക് ക്ലാരിറ്റി വരുത്തി. അപ്പൊ എല്ലാവർക്കും ക്ലിയർ ആയി. അനുമോളായിട്ടുള്ള പ്രശ്നങ്ങൾ തീർന്നോ? പിന്നെ അനുമോൾ ഇതിൽ കെട്ടിപ്പെട്ടില്ലേ? അല്ല, അനുമോളായിട്ട് പ്രശ്നമൊന്നുമില്ല. കാരണം അനുമോള് ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാൾ തന്നെയാണ്. ഞങ്ങൾ സ്റ്റാർ മാജിക് കണ്ട ഇവളെ ഭയങ്കര ഇഷ്ടപ്പെടുന്ന ഒരാളാണ്. പരാതിയാണ്. പക്ഷെ അവിടെ പറഞ്ഞത് ഒരു പാവപ്പെട്ട പെണ്ണ് പുറത്തു പോയെന്നാ പറഞ്ഞത്. സോ അത് കേൾക്കുമ്പോൾ നമുക്ക് ബുദ്ധിമുട്ടാണ്. അത് കേട്ടിട്ടാണ് കുറെ ആൾക്കാർ നെഗറ്റീവ് പറഞ്ഞുണ്ടാക്കിയത്. സോ എല്ലാത്തിനും ഒരു ക്ലാരിറ്റി ഉണ്ടായി. അതിനിടയ്ക്ക് മസ്താനി വന്ന് എന്നെ ചോദിച്ചു മേടിച്ച അമ്മ എന്ത് പറയാനാ അപ്പനെ മസ്താനി ഞാൻ അങ്ങനെ ഗുണത്തിനും പോയില്ല ദോഷത്തിനും പോയില്ല. കോംപ്രമൈസ് ചെയ്യാൻ അങ്ങനെ പാടാ പോടാ ബന്ധം കാരണം അങ്ങനെയാണ്. അല്ല, ഇവരുടെ കൂട്ടത്തിൽ തന്നെ നിർത്തുന്നുണ്ടേ. ഇവരെ നിൽക്കുമ്പോ എന്നെ എപ്പോ പുറത്തിറക്കിയെന്ന് ചോദിച്ചാൽ മതി. ഫ്യൂച്ചർ പ്ലാൻ പരിപാടികൾ എന്തൊക്കെയാ? എനിക്ക് ആങ്കറിംഗ് ഇപ്പൊ എന്തായാലും ഏഷ്യാനെറ്റിൽ എഗ്രിമെന്റ് ഉണ്ട്. ഞാൻ ചാനലിൽ മഴവിൽ മനോരമയിൽ സൂര്യ കോമഡിയിൽ വർക്ക് ചെയ്തുകൊണ്ടിരുന്ന ആളാണ്. സോ ഇപ്പൊ എനിക്ക് ചാനൽ പറ്റില്ല. സോ റേഡിയോ തന്നെ ആയിട്ട് മുൻപോട്ട് പോകുന്നു. പിന്നെ എന്റെ യൂട്യൂബ് ചാനൽ ഇപ്പം കുഴപ്പമില്ല. അങ്ങനെ എന്തെങ്കിലും അഭിനയം, ആക്ടിംഗ് അതിനെ കുറിച്ച് ഇപ്പൊ ഞാൻ റിവീൽ ചെയ്യുന്നില്ല. പക്ഷേ എനിക്ക് ഓപ്പർച്യൂണിറ്റി വന്നിട്ടുണ്ട്. പറയത്തില്ല. ഓക്കെ, ശരി. ബിൻസി ഹാപ്പി അല്ലേ? പിന്നെ ഞാൻ ഹാപ്പിയാണ്, ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്. എല്ലാം ഇവിടെ പറഞ്ഞു തീർത്തിട്ട് ഫുൾ ഫ്രീ ആയിട്ടാണ് നമ്മൾ വന്നിരിക്കുന്നത്. ശരിക്കും ഈ തവണ നല്ല പെർഫോം രണ്ടാമത് റീ എൻട്രി ചെയ്തപ്പോഴും നന്നായിട്ട് പെർഫോം ചെയ്തെന്ന് പുറത്ത് ഭയങ്കര ട്രോളൊക്കെ വന്നിരുന്നു. ആണോ? ബിൻസി ആദ്യമേ അങ്ങനെ ചെയ്തിരുന്നെങ്കിൽ ബ്രോ നമ്മളൊന്നും പ്രിപ്പയർ ചെയ്ത് പോകണമെന്നും അല്ലല്ലോ ബ്രോ. സാഹചര്യങ്ങൾ കാരണം നമ്മൾ അങ്ങനെ സംഭവിച്ചു പോകണല്ലേ. അപ്പൊ ആദ്യം എനിക്ക് അങ്ങനെ ഒരു എനിക്ക് ഒരു അവസരം കിട്ടിയില്ല. അതിന് മുമ്പ് ഞാൻ എഡിക്റ്റായി വന്നു. ഇപ്പൊ എനിക്ക് കുറച്ചുകൂടെ ഒരു അവസരം കിട്ടിയതുപോലെ ഫീൽ ചെയ്യുന്നു. ശരിക്കും മസ്താനിക്കെതിരെ ശരിക്കും ദേഷ്യം വന്നാണ് പറഞ്ഞതാണോ? എന്റെ പൊന്നു ബ്രോ, അപ്പനെ പറഞ്ഞപ്പം പൊളിഞ്ഞുപോയി. ഇതിനു മുമ്പ് മസ്താനി ഇന്റർവ്യൂവിൽ വിളിച്ചിരുത്തിയ 1.5 മണിക്കൂർ ഇന്റർവ്യൂവിൽ 45 മിനിറ്റ് ഇതൊക്കെ ചോദിച്ചിട്ടുള്ളതാണ്. ഞാൻ ദാരിദ്ര്യം വിറ്റ് ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ബിഗ് ബോസിൽ വന്നതെന്നാണ് പറഞ്ഞത്. അപ്പൊ അതൊക്കെ കേൾക്കുമ്പോൾ എന്ത് ചെയ്യാൻ പറ്റും? നമുക്ക് ദേഷ്യം വന്ന് പോകത്തില്ല. ഞാൻ ഹാപ്പി ആയിട്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് ആൾ ഇതൊന്ന് ചോദിക്കുന്നത്. ചോദിച്ച് ആദ്യം നമ്മൾ മിണ്ടാണ്ടിരുന്നു, സംസാരിക്കാൻ താല്പര്യമില്ല എന്ന് പറഞ്ഞ് പോയി. വീണ്ടും പിന്നെ ചാച്ചന്റെ ഓട്ടോയിലല്ല എവിക്റ്റ് ആക്കി വിട്ടെന്ന് ചോദിക്കുമ്പോൾ ഈ ചാച്ചന്റെ ഓട്ടോയും ചാച്ചൻ എന്നൊക്കെ പറഞ്ഞാൽ നമുക്ക് കൊള്ളത്തില്ലേ. അങ്ങനെ ആ സമയത്ത് തിരിച്ച് പറഞ്ഞു പോയതാണ്. പിന്നെ അനുവിന്റെ വിഷയം ചോദിക്കണം എന്ന് വിചാരിച്ച് തന്നെ പോയതാണ്. ഈ രണ്ടാമത്
അറിഞ്ഞപ്പോൾ ഈ ബിൻസിക്ക് കുറച്ചും കൂടി അത് നെഗറ്റീവായി തോന്നുന്നുണ്ട് ഇപ്പോൾ. എനിക്ക് ബ്രോ നെഗറ്റീവ് പറയുന്നത് പറഞ്ഞോട്ടെ. എനിക്ക് എന്തായാലും എന്റെ അപ്പനെ പറഞ്ഞപ്പോൾ ഞാൻ ചോദിച്ചു, അനുവിന്റെ കാര്യം ചോദിച്ചു. അനു അതിന് ക്ലാരിറ്റിയും തന്നു. അനു അങ്ങനെ എന്നെ അപ്പാനിനെ കുറിച്ച് ഒന്നും അതായത് ഞങ്ങൾ ഫ്രണ്ട്സ് മാത്രമാണ്, വേറെ ഒന്നുമില്ല എന്ന് അനുവും പറഞ്ഞു. ഷാനവാസ് സമ്മതിച്ചു. സോ ഞാൻ സാറ്റിസ്ഫൈഡ് ആണ്, ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. എനിക്ക് മനസ്സമാധാനം തോന്നുന്നുണ്ട് ഇപ്പൊ. ചാച്ചൻ വന്നോ ചാച്ചൻ? ഫാമിലി ഒന്ന് പരിചയപ്പെടുത്തും ഇത് എന്റെ വയറിൽ മമ്മി, എന്റെ തഗ് മമ്മി നിൽക്കുന്നത് ഇങ്ങോട്ട്. ഓക്കെ, ചാച്ചനെ എവിടെ വിളിക്കോ? ചാച്ചൻ അവിടെ ചാച്ചാ എവിടെ വാ? ചാച്ചൻ വൈറ്റ് കൊടുക്കുന്നു. അവസാന നിമിഷത്തിൽ അതിൽ ശരിക്കും ആരാണ് റിയൽ ഫേക്ക്? ആദിൽ എന്നോട് ഫേക്ക് ആയ പോലെ തോന്നുന്നുണ്ടോ? ഫേക്ക് അടിച്ച പോലെ തോന്നുന്നു. കഴിഞ്ഞില്ലേ ബ്രോ പരിപാടി? നമ്മൾ അതിനെ കുറിച്ച് എന്ത് പറയാനാ? ഞാൻ ഒന്നും പറയുന്നില്ല. എന്നാലും ആദിലെ കാരണം നൂറുടെ ഒരു അവസരം നഷ്ടപ്പെട്ട പോലെ തോന്നുന്നുണ്ടോ? ഉണ്ടോ? എന്ന് വെച്ച് കഴിഞ്ഞാൽ അവസാനത്തെ ആ ഒരു തുറന്നു പറച്ചില് ഈ പറഞ്ഞ പോലെ കള്ളം പറഞ്ഞ പോലെയാണ് എല്ലാവർക്കും തോന്നിയിട്ടുള്ളത്. പറയുന്നില്ല ബ്രോ, അവരുടെ അതിന് ശരിക്കും ബാക്ക് സ്റ്റാബ് ചെയ്തെന്ന് തോന്നിയിട്ടുണ്ടോ ലാസ്റ്റ് നിങ്ങളൊക്കെ ഉള്ള ടൈം? അങ്ങനെ തോന്നിയില്ല. ആ ടിഷ്യൂ പേപ്പറിൽ ഇഷ്യൂ ഒക്കെ ഇല്ല, എനിക്ക് അതിനെക്കുറിച്ചൊന്നും പ്രതികരിക്കാനില്ല. ആ കാര്യത്തിലേ ഞാൻ ഇടപെട്ടില്ല. ആ സംഭവം അവിടെ നടക്കുമ്പോൾ ഞാൻ അവിടെ ഇങ്ങനെ ഇത് കണ്ടുകൊണ്ടങ്ങ് ഇരിക്കുകയായിരുന്നു. ഞാൻ ആവശ്യമുള്ള കാര്യങ്ങൾക്ക് മാത്രമേ പ്രതികരിക്കാറും ഇടപെടാറൊക്കെ ഉള്ളൂ. ബാക്കി എത്രത്തോളം സത്യമാണെന്ന് നമുക്ക് അറിയത്തില്ല. അതുകൊണ്ട് അനുവിനെ അറ്റാക്ക് ചെയ്യാൻ ഉറപ്പിച്ചിട്ട് തന്നെയാണ് അകത്തേക്ക്. അറ്റാക്ക് ചെയ്യാനല്ല ബ്രോ, അനു എന്നെ കുറിച്ച് ആവശ്യമില്ലാത്ത കാര്യം പറഞ്ഞു. അതിന് എനിക്കൊരു ക്ലാരിറ്റി വരുത്തണമെന്നായിരുന്നു. അത് അത്ര